Hi friends, I'm VK Shihab, a parenting coach and an early child education consultant of Grolier International. ഗ്രോളിയർ ഇൻ്റർനാഷണലിൻ്റെ ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ് അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു പുതിയ കൺസെപ്റ്റാണ്. ഭൂരിഭാഗം മലയാളികൾക്കും ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഭൂരിഭാഗം മലയാളികളും അവെയർ അല്ല. മാത്രമല്ല അതിനോട് തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടും തികച്ചും വ്യത്യസ്തമാണ്. ചെറിയ പ്രായത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, എന്തിനാണ് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധമില്ലാത്ത പാരൻസ് എന്നോട് ചോദിക്കാറുള്ളത്. അത് ഞാൻ കമ്പനിയെ പരിചയപ്പെടുത്താം. ഗ്രോളിയർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ ബോസ്റ്റണിൽ 1895 രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ഏകദേശം 126 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. തുടക്കത്തിൽ എൻസൈക്ലോപീഡിയ രംഗത്തായിരുന്നു കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 70ഓളം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പബ്ലിഷിംഗ് ഹൗസുകളിൽ ഒന്നാണ് ഗ്രോളിയർ ഇൻ്റർനാഷണൽ. സ്കോളാസ്റ്റിക് ആണ് ഇപ്പോൾ അതിൻ്റെ മദർ ഹോൾഡിംഗ് കമ്പനി. ഏഷ്യയിൽ ഏകദേശം 50 വർഷമായിട്ട് ഏഷ്യ പസഫിക് റീജിയണിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി 2000-ന് ശേഷം കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് GCCയിലില്ല. മുമ്പ് GCCയിൽ ഉണ്ടായിരുന്നു. 1999 മുതൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണിത്. തികച്ചും വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ്, ഒരു ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് ഇത് പ്രോസ്പെക്ട്സിലേക്ക്, അർഹരായ പാരൻസിലേക്ക് ഈ പ്രോഗ്രാംസ് എത്തിച്ചു കൊടുക്കുന്നത്. നിലവിൽ 1 ലക്ഷത്തിലധികം സംതൃപ്തരായ കുടുംബങ്ങൾ ഗ്രോളിയർ ഫാമിലിക്കുണ്ട്. ഒരു ഇൻ ഹോം ലേണിംഗ് എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ ഒന്നാണത്. ഇറ്റ്സ് നോട്ട് ഹോം സ്കൂളിംഗ്, ഇറ്റ്സ് ഇൻ ഹോം ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. ഓസ്ട്രേലിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്വാൻ, തായ്ലൻഡ്, ശ്രീലങ്ക ഇങ്ങനെ നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഏഷ്യ പസഫിക് റീജിയൻ്റെ അണ്ടറിലാണ് ഇന്ത്യയിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഡൽഹിയിലാണ് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത്. എല്ലാ മെട്രോയിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. യുവർ ചൈൽഡ്സ് മൈൻഡ് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് റിസോഴ്സ് ഇൻ ദ വേൾഡ്. ഡു യു അഗ്രി ഇറ്റ്? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ചിന്തിച്ച് ഒന്ന് മനസ്സിൽ ഉത്തരം പറയൂ. യുവർ ചൈൽഡ്സ് മൈൻഡ് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് റിസോഴ്സ് ഇൻ ദ വേൾഡ്. ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. വൈ ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റ്? എന്തിനാണ് കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത്, നിങ്ങളുടെ കുട്ടി ജനിച്ചപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു പാരൻറ്റിൻ്റെ തന്നെ ഒരു ക്വാർട്ടർ സൈസ് ബ്രെയിനുമായിട്ടാണ് ജനിക്കുന്നത്. അതായത് ഒരു അഡൽട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ ബ്രെയിനിൻ്റെ വലുപ്പത്തിൻ്റെ കാൽ ഭാഗത്തിലൊരു വലിപ്പമുള്ള ബ്രെയിനുമായിട്ടാണ് ഓരോ കുട്ടിയും, നിങ്ങളുടെ മകനോ മകളോ എല്ലാവരും ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് ഈ ഒരു സൈസുമായിട്ടാണ്. ഏകദേശം 1.5 വയസ്സാവുമ്പോഴേക്ക് ബ്രെയിൻ ഫാസ്റ്റായിട്ട് വളരും. 50% വളർച്ച എത്തിയിട്ടുണ്ടാവും. ഏകദേശം 6 വയസ്സാവുന്നതോടുകൂടി കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ 90% പൂർത്തിയായിട്ടുണ്ടാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 6 വയസ്സായ ഒരു കുട്ടിയുടെ ബ്രെയിനും 20 അഡൽട്ടായിട്ടുള്ള നിങ്ങളുടെ ബ്രെയിനിൻ്റെയും ഏകദേശം സൈസ് ഈക്വൽ ആയിരിക്കും. ഒരല്പം ചെറിയൊരു വ്യത്യാസം മാത്രമേ കുട്ടിയുടേതുമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പാരൻസും എന്നോട് ചോദിക്കാറുണ്ട്, എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ഞങ്ങളെപ്പോലെ മെച്ചോർഡായിട്ട് ചിന്തിക്കാത്തത്, ആധികാരികമായിട്ട് പെരുമാറാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ. സ്വാഭാവികമായൊരു സംശയമാണത്. കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രമാണ്, ഫിസിക്കൽ സൈസ് മാത്രമാണ് നമ്മളുടേതിന് ഈക്വൽ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് 10, 20, 30, 40, 50 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസും ലേണിങ്സും എല്ലാം ഉൾപ്പെടെ ഫീൽഡാണ് നമ്മളുടെ ബ്രെയിൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ആണ് നമ്മുടെ ബ്രെയിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മെച്ചോർഡായിട്ട് ഓരോ സന്ദർഭങ്ങളിലും പെരുമാറുന്നത്. കുട്ടികൾ അങ്ങനെ പെരുമാറാത്തത് അവരുടെ ബ്രെയിൻ ഈ സമയത്ത് എംപ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രമൻഡസ് റേറ്റിൽ വളരുന്ന ഈ ഒരു സമയത്ത് അവരെ നമുക്ക് ലേൺ ചെയ്യാനും ഇമാജിൻ ചെയ്യാനും കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 6 വയസ്സിനകത്താണ്. ഗ്രോത്ത് ഓഫ് മെഷേർഡ് ഇൻ്റലിജൻസ്, അതായത് കുട്ടികളുടെ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ആദ്യത്തെ ഒരു 4 വയസ്സുവരെ 50%. അതായത് നിങ്ങൾ പറയുന്ന ഒരു 10ഓളം വാക്കുകൾ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ, എൻവയോൺമെൻറ്റിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ, ശരാശരി 5 വാക്കുകൾ കുട്ടിക്ക് ഓർത്തെടുക്കാനും പഠിച്ചെടുക്കാനും കഴിയും. പിന്നീട് അത് പ്രായം കൂടുന്തോറും ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വരും. അതൊരു 8 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടികളുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി 30% ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും.
ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളുടേത് 20-15%, ഒരു 20-15 ഒക്കെ ഇടയിലായിട്ടാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നു, ഒരു 10ഓളം പോയിന്റ്സ് നിങ്ങൾ കേൾക്കുന്നു, ഒരു 2-3 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ 1-2 പോയിന്റ്സ് മാത്രമേ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയൂ. ഓവറാൾ ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നത്. ആ പ്രോഗ്രാം നന്നായിരുന്നു, ഓ ദാറ്റ്സ് വെരി ഗുഡ്, ഇങ്ങനെ ഓർക്കാമെന്നല്ലാതെ അതിലെ മുഴുവൻ പോയിന്റും ക്രമാനുക്രമത്തിൽ നമുക്കൊരിക്കലും ഓർത്തെടുക്കാൻ കഴിയാറില്ല. പക്ഷെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മളെക്കാട്ടിലും വളരെയധികം ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. Your child's mental growth from birth to the age of 4 is as great as it is from the age 4 to 18. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ നമുക്ക് കുട്ടികളുടെ പുറത്ത് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും. 6-8 വയസ്സൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മോള് ക്രിട്ടിക്കൽ തിങ്കിങ് പീരീഡിലേക്ക് പോവുകയാണ്. സോ അതിൻ്റെ മുമ്പേ ആണെങ്കിൽ അവർ തടസ്സങ്ങളില്ലാതെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവരെ ഏറ്റവും അധികം സ്വാധീനത്തോട് കൂടിയിട്ട് അവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കുറേ വർഷങ്ങളാണ്. എസ്പെഷ്യലി ആദ്യത്തെ ഒരു 8-10 വയസ്സിനകത്താണ്. ചിൽഡ്രൻസ് വിൽ നോട്ട് ഒബേ യു, ദേ ആർ കോപ്പി യു. ചിൽഡ്രൻസ് ശരിക്കും കുട്ടികൾ കോപ്പി ക്യാറ്റാണ്. അവർ നമ്മളെ അനുസരിക്കില്ല, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അത് അതുപോലെ അവർ കോപ്പി ചെയ്യും. ഫ്രം ബർത്ത് ടു ഏജ് 18, എ ചൈൽഡ് ഈസ് അണ്ടർ ഹോം ഇൻഫ്ലുവൻസ് 86% ഓഫ് ദ ടൈം. So teachers cannot assume all the responsibilities for a child's future. Your child is in school only 40% of his time. ഞാനത് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് വിശദീകരിക്കാം. ശരിക്കും 86% ആദ്യത്തെ ഒരു 18 വയസ്സ് വരെയുള്ള പീരീഡിൽ കുട്ടികൾ അണ്ടർ ഹോം ഇൻഫ്ലുവൻസ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഒരു 5 വർഷം 6 വർഷം വരെ കുട്ടി മുഴുവൻ വീട്ടിലായിരിക്കും. 5-മത്തെയോ 6-മത്തെയോ വയസ്സിലാണ് നോർമലി ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. KG പീരീഡ് ഞാൻ പരിഗണിക്കുന്നില്ല, എല്ലായിടത്തും അതില്ല. ശരാശരി കുട്ടിയെ സ്കൂളിൽ അയക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 5 years ആണ്. സോ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വർഷത്തിൽ 365 ദിവസമാണ്, അതായത് 52 വീക്സ്, 52 വീക്സ്. അവിടെ 52 സാറ്റർഡേ 52 സൺഡേ വരുന്നുണ്ട്. 104 ഹോളിഡേയ്സ് ശരാശരി കുട്ടിക്ക് അവധിയായി പോകുന്നു. പിന്നീട് 2 മാസത്തെ സമ്മർ വെക്കേഷൻ വരുന്നു. 60 ദിവസം കുട്ടി സ്കൂളിന് പുറത്താണ്. ഏകദേശം ഇന്ത്യയിൽ 25 കാലണ്ടർ വൈസ് നാഷണൽ ഹോളിഡേയ്സ് ഉണ്ട്. 10 to 15 ലോക്കൽ ഹോളിഡേയ്സ് ഇതിന് പുറമെ സ്ട്രൈക്കായിട്ടും ഹർത്താലായിട്ടും മറ്റുള്ള അവധികളായിട്ട്. സോ ശരാശരി 170-180 ദിവസം മാത്രമാണ് ഒരു കുട്ടി ഒരു വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്നത്. നമുക്കത് എടുത്തു നോക്കിയാൽ അറിയാം, കേരള ഗവൺമെൻറ് ഒക്കെ എപ്പോഴും ശ്രമിക്കുന്നത് ശരാശരി 200 വർക്കിംഗ് ഡേയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവർക്കതിന് പറ്റാറില്ല. 180 വർക്കിംഗ് ഡേയ്സ് ആണ് ശരാശരി കിട്ടുന്നത്. ഇത് കോവിഡിൻ്റെ മുമ്പുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ കോവിഡ് കഴിഞ്ഞാലും ഈ കോവിഡ് അനന്തരവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ 14% മാത്രമാണ് കുട്ടി സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, സ്കൂൾ ഇൻഫ്ലുവൻസിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ, നിങ്ങളുടെ മകൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമുക്ക് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അവരുടെ 100% ഉത്തരവാദിത്വവും സാധാരണഗതിയിൽ ശരാശരി ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരു പാരൻറ്റ് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തങ്ങൾ, എഡ്യൂക്കേഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കാറാണ്, അല്ലെങ്കിൽ സ്കൂളിനെ വിശ്വസിക്കാറാണ്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം എത്ര കണ്ട് പ്രായോഗികമാണെന്നുള്ളത്. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം മാത്രമാണ് ഒരു കുട്ടി ടീച്ചറുടെ അടുത്തുള്ളതെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് സാധാരണഗതിയിൽ കുട്ടികളുടെ പഠനത്തിൽ പുറകിലേക്ക് പോകുമ്പോൾ അവരുടെ പെർഫോമൻസ് ലോ ആവുന്ന സമയത്ത് നമുക്കൊരിക്കലും ടീച്ചേഴ്സിനെയോ സ്കൂളിനെയോ മാനേജ്മെൻറ്റിനെയോ സൊസൈറ്റിയോ സിസ്റ്റത്തിനെയോ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ആരാണ് ഉത്തരവാദി? ദാറ്റ്സ് ദ പോയിന്റ്. ഈ പോയിന്റ് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിച്ച് നോക്കാം. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്ലാസ് റൂമിലും ശരാശരി 30 മുതൽ 40-45 കുട്ടികൾ വരെയാണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവാറുള്ളത്. ഒരു പീരീഡ് എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. ഒരു സബ്ജക്റ്റ് ഒരു ടീച്ചർ 40 മിനിറ്റ് 40-45 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സിന് ഒരിക്കലും ഇൻഡിവിജ്വലായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല. ടീച്ചർ ഈസ് ആൾവേസ് ടീച്ചിങ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഒന്നിച്ചിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മോളുടെ റീഡിംഗ് കപ്പാസിറ്റി, ലിസണിങ് കപ്പാസിറ്റി, കോൺസെൻട്രേഷൻ, ഫോളോ ഡിറക്ഷൻസ്, ടീച്ചർ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഈ 4ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4ഉം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയുടെ ലേണിംഗ് ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കുകയുള്ളൂ. സോ റെഡി ഫോർ റീഡിംഗ്, ഏബിൾ ടു ലിസൺ, ഏബിൾ ടു കോൺസെൻട്രേറ്റ്, ഏബിൾ ടു ഫോളോ ഡിറക്ഷൻസ്. ഇഫ് ഇറ്റ് നോട്ട് കറക്റ്റ്, ടീച്ചേഴ്സ് cannot do a good job of teaching unless children are. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒന്നും ചെയ്യാനില്ല.
സോ ഇതിനകത്ത് 100% ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാരൻസിന് തന്നെയാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ച് പഠിപ്പിക്കുന്നു. ടീച്ചിങ് എന്നുള്ള പ്രോസസ്സിനെക്കാട്ടിലും ശരിയായ പ്രയോഗം എന്നുള്ളത് ലേണിംഗ് ആണ് സ്കൂളുകളിൽ നടക്കുന്നത്. സോ ഈ 40 കുട്ടികൾക്കിടയിൽ നിങ്ങളുടെ കുട്ടി പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രിപ്പയർ ചെയ്തിരിക്കണം. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് പ്രായത്തിൽ, എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണം, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഹൗ ടു പ്രിപ്പയർ ദം? There are many things that you can do to provide for the mental and emotional development of your child. A few things. First one is reading to your child. കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തിന് വായിച്ചു കൊടുക്കണം? പ്രത്യേകിച്ച് 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വായിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുമോ തുടങ്ങി ധാരാളം സംശയങ്ങൾ പാരൻസ് ഉന്നയിക്കാറുണ്ട്. ഒരു കുട്ടിയുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ആവുന്ന പീരീഡ് എന്ന് പറയുന്നത് 1 to 2 ഇയേഴ്സിലാണ്. ആദ്യത്തെ 1 വയസ്സ് വരെയുള്ള പീരീഡിൽ കുട്ടികൾ സോങ്സിനോട്, സൗണ്ട്സിനോട്, ചെറിയ ചെറിയ വേർഡ്സിനോടൊക്കെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. ദെൻ 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് റീഡിങ് പോസിബിൾ ആണ്. അതൊരു പക്ഷേ അവർ നമുക്ക് ഉറക്കെ വായിച്ച് തരുമൊന്നുമില്ല, അവർക്കത് റീഡ് ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ എല്ലാം ഫോട്ടോഗ്രാഫിക് ആയിട്ടാണ്, പിക്ടോറിയൽ ആയിട്ടാണ് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നത്. മോണ്ടിസോറിയുടെ ഒക്കെ ആഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലുള്ള ആഡുകൾ. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഫ്ലാഷ് കാർഡ്സിൽ പലതരം പേരുകൾ കാണിച്ചു കൊടുത്തിട്ട് പപ്പ, ട്രീ, മങ്കി, ആനിമൽസ്, ഇങ്ങനെ പല പേരുകൾ കാണിച്ചു കൊടുത്ത് പലതവണ പറഞ്ഞു കൊടുത്തതിന് ശേഷം വിച്ച് വൺ ഈസ് പപ്പ എല്ലാം കൂടെ കുട്ടികളുടെ മുമ്പിൽ നിരത്തിയിട്ട് ഷഫിൾ ചെയ്തിട്ടിട്ട് എല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് ഏതാണ് പപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാർഡ് ട്രേസ് ചെയ്ത് കാണിച്ചു തരും. അവർക്ക് റീടെല്ലിംഗ്, നമ്മളോട് തിരിച്ചു പറയാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ആവേണ്ട പീരീഡ് എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് വരിക. സ്പെസിഫിക് ആയിട്ട് വാക്കുകൾ ഉച്ചരിക്കുന്നത് 5 to 6 ഇയേഴ്സിലായിരിക്കും. പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതും അത് അവർക്ക് റിമെമ്പർ ചെയ്യാനും സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് റിമെമ്പർ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രായം എന്ന് പറയുന്നത് ഏകദേശം 5-6 വയസ്സാണ്. പക്ഷേ ഏർലി ഏജസിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളിൽ പലരും കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ബെഡ് ടൈമിലൊക്കെ ഒട്ടുമിക്ക പാരൻസും കുട്ടികളുമായിട്ട് സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ സ്റ്റോറി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പുസ്തകങ്ങൾ, ചെറിയ സ്റ്റോറി ബുക്സ് കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് വാചകങ്ങൾക്കൊപ്പം വാക്കുകൾക്കൊപ്പം വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ വൊക്കാബുലറി ഡെവലപ്പ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറി പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും വാക്കുകളെ ലൈറ്റാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തിയിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് യു ആർ ടെലിങ് എ സ്റ്റോറി, നിങ്ങളൊരു പുരാണ കഥ പറയുന്നു, അതിനകത്ത് ഒരു രാജാവിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കിരീടവും സിംഹാസനവും ചെങ്കോലും എല്ലാം വരും. സിംഹാസനം, കിരീടം എന്നൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ തൊപ്പി പോലൊരു സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ചെയറിനാണ് സിംഹാസനം എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ലേറ്റായിട്ട് കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ വായിച്ചു കൊടുക്കുമ്പോൾ അത് അതുപോലെ വായിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ പുതിയ പുതിയ വാക്കുകൾ പഠിച്ചെടുക്കും. സ്റ്റോറി നിങ്ങൾ വായിച്ചു കൊടുക്കുന്നതിലൂടെ അതോടൊപ്പം അവരുടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവും. നോർമലി നിരന്തരം ചെറിയ പ്രായത്തിൽ കുട്ടികൾ നിരവധി ചോദ്യങ്ങൾ പാരൻറ്റിനോട് ചോദിച്ചിരിക്കണമെന്നാണ്. ഇൻ്റലിജൻസിൻ്റെ ഒരു ലക്ഷണമാണത്. പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് ക്യൂരിയോസിറ്റി വരും, അവരതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബുക്ക്, നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധികാരികമായിട്ട് അതിന് മറുപടി പറയാൻ പറ്റും. അല്ലെങ്കിൽ പലപ്പോഴും ശരിയായ രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് മറുപടി പറയുന്നത്. ഇപ്പോൾ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ കുട്ടികൾ ചോദിച്ചാൽ പറയും തവിട് കൊടുത്തിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ കുട്ടികളോട് പറയും. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് പിക്ചറുകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് കുട്ടികൾക്ക് 3-4 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിലുള്ള പിക്ടോറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഒരു തെറ്റായ ചിന്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ആശയം അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്യുന്നതിലും നല്ലത് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ക്യൂരിയോസിറ്റി കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വായിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ ലിസണിങ് ഹാബിറ്റ് ഡെവലപ്പ് ആവുന്നു. അതായത് ഇൻകുൽക്കുലേറ്റിംഗ് ഗുഡ് ലിസണിങ് ഹാബിറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ലിസണിങ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, കുട്ടികളുടെ ലിസണിങ് റീഡിങ് ഹാബിറ്റുകൾ നല്ലതാണെങ്കിൽ ടീച്ചേഴ്സിന് അവരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ കുട്ടികളുടെ ലിസണിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് നാം കഴിഞ്ഞ
തൊട്ട് മുമ്പേ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അവർക്ക് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇൻ്റലിജൻസ് ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് അവരെ പതിയെ പതിയെ കൺവേർട്ട് ചെയ്തെടുക്കാം. സോ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്തെടുപ്പിക്കാം. ഇതാണ് ഏർലി ഏജസിൽ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു 5 steps. Reading to your child, inculcating good listening habits, giving accurate answers to questions, developing their vocabulary, encouraging creativity and responsibility. ഈ ഒരു 5 ഗോൾഡൻ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഡേ ടു ഡേ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് വരാൻ പറ്റും. റീഡിംഗ് എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും കുറച്ച് സമയം വായിച്ചു കൊടുത്തത് കൊണ്ടാവില്ല. എല്ലാ ദിവസവും ഒരു 5 to 10 മിനിറ്റ് അത്രയേ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ നിൽക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. സോ എല്ലാ ദിവസവും നിങ്ങൾ വായിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും വായിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതൊരു ഹാബിറ്റായിട്ട് അവരിൽ ഫോം ചെയ്യുന്നുള്ളൂ. സംടൈംസ് റീഡ് ചെയ്തതിനുകൊണ്ട് അതൊരു ഹാബിറ്റായിട്ട് അവർക്ക് ഫോം ചെയ്തെടുക്കാൻ കഴിയില്ല. ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ഇസ് ഡെവലപ്ഡ് അറ്റ് ഹോം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മൾ ധാരാളം കാണാറുണ്ട്. അവർ പൊതുവെ അൺഇൻട്രസ്റ്റഡ് ആയിരിക്കും. അത് ഏത് പ്രായത്തിൽ, നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഒരു കാലം സങ്കല്പിച്ച് നോക്കിയേ. ആ സമയത്ത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, ഈഗർ ടു പാർട്ടിസിപ്പേറ്റ്, എന്തിനും റെഡി ആയിരിക്കും. ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കായിരിക്കും, കാരണം നിങ്ങൾക്ക് ഉത്തരം അറിയാം, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. അൺപ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, പ്രിപ്പയർ ചെയ്യാതെ നേരത്തെ പഠിക്കാതെ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ വരുന്ന കുട്ടികളെ നമുക്കറിയാം, അവർ മറ്റുള്ളവരുടെ തലയുടെ പുറകിലേക്ക് ഒളിച്ചിരിക്കാൻ നോക്കും, ടീച്ചറുടെ കണ്ണിൽ പെടാതിരിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. സോ പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ക്ലാസ്സിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അത് സ്കൂൾ ലൈഫിലാണെങ്കിലും ഏത് എൻറ്റയർ ലൈഫിൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. സോ അവരെ ഏർലി ഏജസിൽ അവരെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ അവരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് വളരെ പ്രസക്തമാണ്. എ ജീനിയസ് ഈസ് നോട്ട് ബോൺ ബട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ദ പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ദി ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. പ്ലാറ്റോ, ഗ്രീക്ക് തത്വചിന്തകനായ പ്ലാറ്റോയുടെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം. ഡു നോട്ട് ട്രെയിൻ ചിൽഡ്രൻ ത്രൂ ഫോഴ്സ് ആൻഡ് ഹാർഷ്നെസ് ബട്ട് ബൈ വാട്ട് അമ്യൂസസ് ദം. അതായത് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ മാത്രമേ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബലം പ്രയോഗിച്ചോ പേടിപ്പിച്ചോ ഒന്നും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു പ്രസക്തമായ ഒരു എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ചത്. ഒരു കുട്ടി ഫസ്റ്റ് ഗ്രേഡിലേക്ക് പോകുന്ന സമയത്ത് ഹി ഷുഡ് ഹാവ് എ മിനിമം വൊക്കാബുലറി ഓഫ് 2300 വേർഡ്സ്. നിങ്ങളുടെ കുട്ടി ഫസ്റ്റ് ഗ്രേഡിലേക്ക് പോകുമ്പോൾ അത്രയും വൊക്കാബുലറി അവന് അറിയാമെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് ഈസി ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അവൻ്റെ എക്സ്പ്രഷൻസ്, അവന് കൃത്യമായിട്ട് അവൻ്റെ ഫീലിങ്സ് അവനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം വൊക്കാബുലറി തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ, അവരെ ചെറിയ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു ടൂൾസ് ഒന്നും ഉണ്ടാവില്ല. ആസ് എ പാരൻറ്റ് നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന, ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. എസ്പെഷ്യലി കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ കുട്ടികളൊക്കെ വളരെയധികം ഫേസ് ചെയ്യുന്ന, പാരൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചുകളിൽ ഒന്നാണത്. റൈറ്റ് ടൂൾസിൻ്റെ അഭാവം. കുട്ടികളെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം, എങ്ങനെ ക്വാളിറ്റി പാരൻറ്റിങ് ടൈം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എത്ര സമയം, ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യവും വ്യക്തമായിട്ടൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും മൊഡ്യൂൾസോ സിസ്റ്റംസോ ഒക്കെ തീർത്തും അൺഅവൈലബിൾ ആണ് നിലവിലെ സാഹചര്യത്തിൽ. ഇവിടെയാണ് ഗ്രോളിയറിൻ്റെ പ്രസക്തി. ഗ്രോളിയർ ഇൻ്റർനാഷണലി 100-ലധികം മൊഡ്യൂൾസ്, ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 100-ലധികം മൊഡ്യൂൾസുകൾ ഇൻ്റർനാഷണലി ഗ്രോളിയറിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 17ഓളം മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നോളജ്, IQ, ക്രിയേറ്റിവിറ്റി, ഇങ്ങനെ 4 പില്ലറുകൾ, 4 ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഗ്രോളിയർ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ ഉള്ള മൊഡ്യൂൾസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല പല ബ്രാൻഡുകളും ഡിസൈൻ ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഗ്രോളിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 0 to 10 ഇയേഴ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. ഗ്രോളിയർ കേരള INC. ഗ്രോളിയർ കേരള INC. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്യാം. 8301 837 295.
8301837295. VK ഷിഹാബ് എന്നാണ് എൻ്റെ പേര്. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും ഫ്രീ പാരൻറ്റിങ് കൗൺസിലിങ്ങും അവൈലബിൾ ആണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞങ്ങളുടെ ഗ്രോളിയറിൻ്റെ ഫസ്റ്റിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസ്നി വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുട്ടികളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറൗണ്ട് 6000 വേർഡ്സ് പിക്ടോറിയലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈലി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 4 വോളിയം ബുക്സ് ആണ് ഫസ്റ്റിലെ കൺസെപ്റ്റ്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏർലി ഏജസിൽ കുട്ടികൾ എങ്ങനെയാണോ മദർ ടങ് മാതൃഭാഷ പഠിക്കുന്നത്, അത് മലയാളമോ തമിഴോ ഹിന്ദിയോ ഏതോ മാതൃഭാഷ എങ്ങനെയാണോ എത്ര ഈസി ആയിട്ടാണോ കുട്ടികൾ മാതൃഭാഷ പഠിക്കുന്നത്, അതുപോലെ കുട്ടികളെ പ്രൊഫഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടോക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 20 വോളിയം ബുക്ക് വിത്ത് എ ടോക്കിംഗ് പെൻ ഒരു വണ്ടർഫുൾ പ്രോഗ്രാമാണ്. ദെൻ IQ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ് 10 ഡിഫറെൻറ്റ് ബ്രെയിൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ലോജിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് കുട്ടികളുടെ പെർസെപ്റ്റബിലിറ്റി, ലോജിക്കൽ സീക്വൻസിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഐഡിയ അസോസിയേഷൻ, റെക്കഗ്നീഷൻ, കമ്പയറിംഗ് സ്കിൽ, കാറ്റഗറൈസേഷൻ, ലോജിക്കൽ തിങ്കിങ്, ഐ ഹാൻഡ് കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ എബിലിറ്റി, ഇങ്ങനെ 10 ഡിഫറെൻറ്റ് ബ്രെയിൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻ്റർനാഷണലി ലോട്ട് ഓഫ് അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലോജിക്കോ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ തേർഡ് പ്രോഗ്രാം. ദെൻ ഫോർത്ത് വൺ ഈസ് കുട്ടികളുടെ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു 10 വോളിയം ബുക്സ് വിത്ത് എ മാച്ച് ഫ്രെയിം വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതെല്ലാം ലോങ് ഇയേഴ്സ് ഒരു സിസ്റ്റമാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് സ്കൂളിന് പകരമല്ല, ഹോം ലേണിംഗ്, കുട്ടികളെ സ്കൂളിലേക്ക് പോകാൻ അവരെ പ്രിപ്പയർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക, അവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നർച്ചർ ചെയ്തെടുക്കാൻ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രോളിയർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 17ഓളം മൊഡ്യൂൾസ് 0 to 15 ഇയേഴ്സ്, ഒരു 15 വയസ്സ് വരേക്കുള്ള, 1 വയസ്സ് 2 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ഡെമോ ഒക്കെ അവൈലബിൾ ആണ്. ഗ്രോളിയറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം യുവർ ചൈൽഡ്സ് എബിലിറ്റീസ് ഇൻ ടു സ്കിൽസ്. നമുക്കറിയാം സ്പീക്കിംഗ്, സീയിങ്, ഹിയറിംഗ് ഇതൊക്കെ എല്ലാ മനുഷ്യർക്കുമുള്ള എബിലിറ്റീസ് ആണ്. സ്പീക്കിംഗ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിലേക്ക് മാറുമ്പോഴാണ് അത് സ്കില്ലാവുന്നത്. സീയിങ് എന്നുള്ളത് ഒബ്സർവേഷനാക്കി മാറ്റുക, ഹിയറിംഗ് എന്നുള്ളതെന്ന് മാറിയിട്ട് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്ങളിലേക്ക്. കാരണം ചെറിയ പ്രായത്തിൽ കുട്ടികൾ 40 മിനിറ്റ് ഒക്കെ തുടർച്ചയായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ അത്രയും എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ചെറിയ പ്രായത്തിലാണ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് നമുക്കറിയാൻ പറ്റും ഏറ്റവും അധികം ഫാൾട്ട് കാണുന്നത് ആദ്യത്തെ ഒരു 4th 5th സ്റ്റാൻഡേർഡ് വരെ നന്നായിട്ട് പെർഫോം ചെയ്യുകയും പിന്നീട് കുട്ടികളുടെ പെർഫോമൻസ് താഴേക്ക് പോകുന്നത് കാണാം. ടീച്ചേഴ്സിൻ്റെ ക്ലാസ് മാറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സാണ്, കൂട്ടുകെട്ടാണ്, ഇങ്ങനെ പല പല എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് പാരൻസ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ഏർലി ചൈൽഡിൽ അവരെ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം മിക്ക പാരൻസും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി പാരൻറ്റിങ് ഡേയ്സ് ആവട്ടെ എന്ന്, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നർച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യട്ടെ എന്നും, ഈ ഓഡിയോ പ്രോഗ്രാം വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്ലൈഡ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മീ. ഹാവ് എ നൈസ് ഡേ. ഐ എം സൈനിങ് ഓഫ്. VK ഷിഹാബ്. ബൈ. സി യു.